ഇന്നൊരു അടിപൊളി വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇതാ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, വാനില എസൻസ്, 1 കപ്പ് പഞ്ചസാര, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് വരണം. നമുക്കിത് ബീറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ അറിയാം ഇത് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലായിടും ഒന്ന് മിക്സായി വന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുക, പിന്നെ മിൽക്ക് ഒഴിക്കുക. ഇതുപോലെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. 1/4 കപ്പ് മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ട് വേണം നമ്മൾ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ 2 ടിന്നിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. 1 kg സ്പോഞ്ച് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ 2 ടിന്നിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് സ്പോഞ്ചിന് കുറച്ചും കൂടി ഒരു ഹൈറ്റ് കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. നമ്മൾ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഹൈറ്റ് കൂടുതലുള്ള മാതിരി തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട്.